വീട്ടിൽ വെച്ചുകൊണ്ടൊക്കെ ഈ സ്വർണം ധരിച്ച് നടക്കുന്ന സ്ത്രീകൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കോ. കാരണം ശരിക്കും അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമുക്കറിയാം, ദിവസം കഴിയുന്തോറും സ്വർണത്തിൻ്റെ വില വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ സ്വർണമുള്ള ആളുകളൊക്കെ ഒന്ന് സൂക്ഷിക്കൽ നല്ലതായിരിക്കും. വീട്ടിൽ വെച്ചുകൊണ്ടൊക്കെ ഈ സ്വർണം ധരിച്ച് നടക്കുന്ന സ്ത്രീകൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കോ. കാരണം ശരിക്കും അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. നമുക്ക് വീഡിയോ കാണാം. എല്ലാവരും ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. മാക്സിമം ഗൈസ് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതായത് ആ വീട്ടിൻ്റെ കിച്ചണിൻ്റെ ഭാഗത്തുള്ള ഒരു CCTV ഫുട്ടേജാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം പ്രായമായിട്ടുള്ള ഒരു വൃദ്ധ, ആ വീട്ടുടമസ്ഥൻ്റെ അമ്മയാണ്. ആ ഒരു സ്ത്രീ അടുക്കളയിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ മാല, ഗോൾഡിൻ്റെ ചെയിന് പെട്ടെന്ന് ഊരിപ്പോയി. അതവിടെ വെച്ചു. നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം, ആ ഗോൾഡിൻ്റെ ചെയിൻ അവിടെ വെച്ച സമയത്ത് ആ വീട്ടിലേക്ക് വാട്ടർ ക്യാനുമായിട്ട് വെള്ളവുമായിട്ട് സപ്ലൈ ചെയ്യുന്ന ഡെലിവറി പയ്യന് ആ വീട്ടിലേക്ക് വന്നു. വെള്ളം അവിടെ വെച്ചു. എനിവേ, തൻ്റെ മകൻ്റെ ഭാര്യയോട് പൈസ വാങ്ങാൻ വേണ്ടിയിട്ട് അകത്തോട്ട് പോയി ആ അമ്മ. ഈ സമയത്ത് ഈ പയ്യൻ ആ ഗോൾഡ് കാണാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആരെങ്കിലും ഇത്തരത്തിൽ ഗോൾഡ് ചെയിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ഒഴിവാക്കുമോ? ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉള്ള ആളുകൾ എല്ലാവരെയും ഇങ്ങനെ ചെയ്യുമെന്നല്ല, പക്ഷേ നിങ്ങളെ ആക്രമിച്ച് നിങ്ങളെ കൊലപ്പെടുത്തിയിട്ടെങ്കിലും നിങ്ങളുടെ ശരീരത്തിലുള്ള ഓർണമെൻറ്റ്സ്, സ്വർണമാലകളൊക്കെ എടുത്തു കൊണ്ടുപോകാൻ അത്രത്തോളം ധൈര്യമുള്ള ആളുകൾ വരെയുണ്ട്. ഈ ഒരു പയ്യന് നോക്കുക, കത്തി വരെ ആ പയ്യൻ്റെ കയ്യിലുണ്ട്. കാരണം എന്തെങ്കിലും എവിടെയെങ്കിലും ഒന്നൊക്കെ ഇങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടുന്ന സമയത്ത് പേടിപ്പിച്ച് നിർത്തിയിട്ട് സാധനങ്ങൾ വാങ്ങിച്ച് കൊണ്ടുപോവാം. ഇനി അവർ ഫേക്കായിട്ട് വന്നതാണോ എന്നും നമുക്ക് വ്യക്തമല്ല. എന്തായാലും കത്തി എടുത്തു. അതിനുശേഷം അറിയുന്നത്, പക്ഷേ ആ ഒരു മകൻ്റെ ഭാര്യ അത്യാവശ്യം ധൈര്യശാലിയാട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും, അപ്പോൾ പറയാനുള്ള കാര്യം, ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. കാരണം ഗോൾഡൊക്കെ ഉണ്ടെങ്കിൽ അത് മറ്റുള്ള ആളുകളുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. എനിക്ക് ഇത്ര രൂപയുടെ സ്വർണ്ണം ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇത്ര പവനുണ്ട് എന്നതൊന്നും മറ്റുള്ള ആളുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അത് കിട്ടാനൊക്കെ എന്തും ചെയ്യാൻ പഠിക്കാത്ത ആളുകളാണ്. സോ മാക്സിമം ഗൈസ് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ കാണാം. ബൈ.